മീശമാധവനിലുള്ള പിള്ളേച്ചനെ പോലെ ഉണ്ട്. നമ്മുടെ ചാനൽ ഇഷ്ടംപോലെ ബ്ലൂടൂത്ത് ഇയർഫോൺസ് റിവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്കിഷ്ടപ്പെട്ട ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്ന 8 ബ്ലൂടൂത്ത് ഇയർഫോൺസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. പ്രത്യേകിച്ച് പ്രൈസ് ഒന്നുമില്ല, വില കൂടിയതും ഉണ്ടാവും കുറഞ്ഞതും ഉണ്ടാവും, ബട്ട് ഇപ്പോഴും നല്ലപോലെ വർക്ക് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ. ഈ ഇയർഫോണിന്റെ പഴക്കം വെച്ച് ഏറ്റവും ആദ്യം ഇറങ്ങിയ ഇപ്പോഴും വർക്ക് ചെയ്യുന്ന ഇയർഫോണിൽ നിന്ന് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയതിലേക്ക് വരാം. ഞാൻ ഈ ലിസ്റ്റിലെ ഏറ്റവും ആദ്യമുള്ള സാധനമാണ് ഇത്, ആപ്പിളിന്റെ എയർപോഡ്സ് പ്രോ. ഇത് ഒറിജിനൽ എയർപോഡ്സ് പ്രോ ആണ്. ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യമായിട്ട് 2019 ഒക്ടോബറിൽ ഇറക്കിയിരിക്കുന്ന ആ ഒരു എയർപോഡ്സ് പ്രോ. സോ എന്തൊക്കെയാണ് ഈ സാധനത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഇഷ്ടപ്പെടാത്തത്? ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, നിങ്ങൾക്കൊരു മാക് ഉണ്ടോ, ഒരു ഐപാഡ് ഉണ്ടോ, ഐഫോൺ ഉണ്ടോ, ഈ സാധനം ബെസ്റ്റാണ്. മാക്കിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇതാണ് ഉപയോഗിക്കാറ്. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ ഒരു ഓഡിയോ കേൾക്കും. പെട്ടെന്ന് ഫോണിൽ വോയിസ് മെസ്സേജ് പ്ലേ ചെയ്യുവാണെങ്കിൽ ഫോണിലേക്ക് അത് ഓട്ടോമാറ്റിക്കലി ഐഫോണിലേക്ക് കണക്ട് ആവും, ഐപാഡ് ഉണ്ടെങ്കിൽ ഐപാഡിലേക്ക് കണക്ട് ആവും. സോ ആ ഒരു ഇക്കോ സിസ്റ്റത്തിൽ അടിപൊളിയായിട്ട് ഈ സാധനം ഓടും. പിന്നെ ഇതിൻ്റെ ഫിറ്റ് ക്ലാസിക് ഫിറ്റ് ആണ്, ഒന്നും പറയാനില്ല. ഇത് എത്ര നിങ്ങൾ ചെവിയിൽ വെച്ചിട്ട് തലയിങ്ങനെ കുലുക്കി ഓടാനൊക്കെ നോക്കിക്കഴിഞ്ഞാലും ചാടിപ്പോവും എന്നുള്ളൊരു പ്രശ്നമില്ല. സോ നല്ല ഫിറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി പറയുവാണെങ്കിൽ എന്താ പറയാന്നറിയോ, ഇത് ഒരു പെർഫെക്റ്റ് ബാലൻസ് സൗണ്ടാണ്. ഇത് ട്യൂൺ ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് ഏതൊരു വ്യക്തിക്ക് കൊടുത്തിട്ട് പാട്ട് കേട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അവർ കൊള്ളാം, രസമുണ്ട് എന്നേ പറയുള്ളൂ. അമ്പോ അടിപൊളിയാണ് എന്നും പറയില്ല, അയ്യേ ഭയങ്കര മോശമാണെന്നും പറയില്ല. ആ ഒരു രീതിക്കാണ് ഇത് ട്യൂൺ ചെയ്തേക്കുന്നത്. ഭയങ്കര ബേസും അല്ല, ഭയങ്കര മിഡ്സും അല്ല, ഭയങ്കര ട്രബിളും അല്ല, എന്നാൽ എല്ലാം ആവശ്യത്തിന് ഒരു മ്യൂസിക്കിനെ നശിപ്പിക്കാത്ത രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട്. ഞാൻ ഏറ്റവും ആദ്യം ANC ഇത്രത്തോളം അടിപൊളിയാണ് എന്നെനിക്ക് തോന്നിപ്പിച്ചതും ഈ സാധനത്തിലാണ്. ഇതിൻ്റെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ പറയാതിരിക്കാൻ വയ്യ. പിന്നെ കുറച്ച് സൂത്രപ്പണിയൊക്കെ ഉണ്ട്, ഇങ്ങനെ തല ഇങ്ങനെ ട്രാക്ക് ചെയ്യുന്ന ഹെഡ് ട്രാക്കിംഗ്, സ്പേഷ്യൽ ഓഡിയോ. പിന്നെ ഇത് ചാർജ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് വയർലെസ് ചാർജർ വെച്ച് കഴിഞ്ഞാൽ വയർലെസ്ലി ചാർജ് ആവും എന്നിങ്ങനെയൊക്കെ. അപ്പോൾ ഇതിനകത്തുള്ള ഒരു കുറ്റം അല്ലെങ്കിൽ ഇതിനകത്തൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയതൊന്നുമല്ല. അത് 2025 ഒരു പ്രശ്നമായിരിക്കാം. ഇതിൻ്റെ കണക്ടർ ഇപ്പോഴും ലൈറ്റ്നിങ് കണക്ടറാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ലൈറ്റിംഗ് കേബിളേ കാണാനില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും വയർലെസ് ചാർജിങ് ഉള്ളതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്ത് കൊണ്ട് നടക്കുന്നത്. ഐ നോ ഇറ്റ്സ് എൻ ഔട്ട്ഡേറ്റഡ് പ്രോഡക്റ്റ്. ഇതിൻ്റെ പുതിയ പ്രോഡക്ട്സുകളൊക്കെ വന്നു കഴിഞ്ഞു, ബട്ട് സ്റ്റിൽ ദിസ് ഈസ് സ്റ്റിൽ വർത്ത്. ഇത് ഇപ്പോഴും ഒരു പ്രശ്നമില്ലാതെ ഓടുന്നുണ്ട്. അപ്പാർട്ട് ഫ്രം ബാറ്ററി ലൈഫ് ഈസ് ഓൾസോ ഡീസൻറ്റ്. ഓക്കെ, അത്ര മോശമൊന്നും പറയാനില്ല. പക്ഷേ നമ്മുടെ കേസിൻ്റെ പുറത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അഴുക്കും കാര്യങ്ങളൊക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്, വൈറ്റ് കളർ ആയതുകൊണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി എയർപോഡ്സ് ഇഷ്ടപ്പെട്ട വേറെ സംഭവമാണ് ഇതിലുള്ള പിഞ്ച് കൺട്രോൾസ്. ഇങ്ങനെ അമർത്തി കൺട്രോൾ ചെയ്യുന്ന. കാരണം ടച്ച് കൺട്രോൾസ് ഒരു വലിയ തലവേദനയാണ്. അത് അടുത്ത ഇയർഫോൺ ഏതാണെന്ന് പറയുമ്പോൾ മനസ്സിലാവും. ഒരു സമയത്ത് ഞാൻ അതേമാതിരി നാട്ടിലേക്ക് പോയപ്പോൾ ഇത് കൊണ്ടുപോയി തിരിച്ച് ഇവിടെ ഒന്ന് തപ്പി നോക്കിയപ്പോൾ കാണാനില്ല. അപ്പോൾ ഫൈൻഡ് മൈ ആപ്ലിക്കേഷനകത്ത് നോക്കിയപ്പോൾ അത് ഞാൻ വരുന്ന വഴി ഏതോ ഒരു ഹോട്ടലിൽ അവിടെ വെച്ചിട്ടാണ് ഈ സാധനം കിടക്കുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ സാധനം കളഞ്ഞു പോയി. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബാഗ് തിരഞ്ഞപ്പോൾ അതിനകത്ത് ഇത് കിടപ്പുണ്ടായി, ബാറ്ററി ലൈഫും ഉണ്ടായി. പക്ഷേ ഐ ഡോണ്ട് നോ, ഫൈൻഡ് മൈക്ക് അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല. കമ്മിങ് ടു നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ സാധനമാണ്, സാംസങ് ഗാലക്സി ബഡ്സ് 2 പ്രോ. ഇത് ഇറങ്ങിയത് 2022 ഓഗസ്റ്റിലാണ്. ഇതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം എന്താണെന്നറിയോ, ഈ സംഭവത്തിൻ്റെ ഓഡിയോ ക്വാളിറ്റി. ഈ സൗണ്ട് ബൈ AKG ഉണ്ടല്ലോ, ഇത് ഞാൻ എയർപോഡ്സ് കുറേ നാൾ ഉപയോഗിച്ചതിന് ശേഷം ഈ സാധനം ഉപയോഗിച്ച സമയത്താണ് ഒരു വാവ് ഫാക്ടർ. അതായത് ഇത്രയും ബേസ് ഈ പാട്ടിനുണ്ടായോ, ഇത്രയും വോക്കൽസ് ഇതിനകത്തുണ്ട്, ഇത്രയും ഇൻസ്ട്രുമെൻറ്റ് സെപ്പറേഷൻസ് ഇതിനകത്തുണ്ടോ എന്നൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ളൊരു വാവ് ഫാക്ടർ തോന്നിക്കുന്ന ഒരു ട്യൂണിംഗ് ഉണ്ട്. നിങ്ങൾക്ക് ട്യൂണിംഗ് ഇഷ്ടമുള്ള രീതിക്ക് ഇവരുടെ വേറെ ആപ്പ് വെച്ച് കസ്റ്റമൈസ് ചെയ്യാനും പറ്റും. എയർപോഡ്സ് പ്രോയിൻ്റെ ANC ആണ് ഏറ്റവും അടിപൊളി എന്ന് വിചാരിച്ച എന്നെ അതിനേലും നല്ല ANC കൊടുക്കാൻ പറ്റുന്ന ഡിവൈസുകൾ ഉണ്ട് എന്ന് തോന്നിപ്പിച്ചതും ഇതാണ്. ഇതിൻ്റെ ANC ഒരു രക്ഷയില്ല. പിന്നെ ഈ അമിട്ട് പോലിരിക്കുന്ന സാധനത്തിൻ്റെ ബാറ്ററി ബാക്കപ്പും അടിപൊളിയാണ്. കുറച്ച് പുതിയ ഫീച്ചേഴ്സ് ഒക്കെ ഇത് ഇറങ്ങിയ സമയത്ത് വന്നിരുന്നത്. ഇത് 360 ഹെഡ് ട്രാക്കിംഗ് എന്ന് മാത്രമല്ല, കുറേ നേരം നമ്മൾ ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ കഴുത്ത് സ്ട്രെച്ച് ചെയ്യണം എന്നുള്ള റിമൈൻഡർ. അപ്പോൾ എയർപോർട്സിൽ നമ്മൾ ANC വെച്ച് പോകുന്ന സമയത്ത് ആരെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിഞ്ച് ചെയ്ത് ANC മാറ്റിയിട്ട് വേണം നമുക്ക് എന്താണെന്ന് വെച്ചാൽ കേൾക്കാം, അല്ലെങ്കിൽ ഇയർഫോൺ ഊരണം. ഇതിനകത്ത് വോയിസ് അവെയർ അല്ലെങ്കിൽ വോയിസ് ഡിറ്റക്ട് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. ആരെങ്കിലും നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി ട്രാൻസ്പെറൻസി മോഡിലേക്ക് പോവുകയും ഒരു 3-4 സെക്കൻഡിന് ശേഷം അയാൾ സംസാരം നിർത്തി കഴിഞ്ഞാൽ തിരിച്ച് ANCയിലേക്ക് പോവുകയും ചെയ്യും. ജിമ്മിലൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ ഇതിനകത്തും നിങ്ങൾക്ക് വയർലെസ് ചാർജിങ് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഈ സാധനം ഇങ്ങനെ ഉണ്ടയായതുകൊണ്ട് ഇതിൻ്റെ ഫിറ്റ് ഉണ്ടല്ലോ ഭയങ്കര ടെൻഷനായിരിക്കും. ഇത് എപ്പോൾ ചിലപ്പോൾ മര്യാദയ്ക്ക് ഫിറ്റായിട്ടുണ്ടാകും, ബട്ട് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെവിയെന്ന് ഊരിപ്പോകും എന്നുള്ളൊരു ടെൻഷൻ, എന്നുള്ളൊരു പേടി എപ്പോഴും എനിക്ക് വരാറുണ്ട്. പിന്നെ ഈ ഒരു ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മൈക്രോഫോണും ഇറ്റ് ഈസ് ഓക്കെ എന്ന് പറയാം, അത്ര അടിപൊളി എന്ന് പറയാൻ പറ്റില്ല. ഡിപ്പെൻസ്. ഇപ്പോൾ നല്ല നോയ്സി എൻവറോൺമെൻറ്റ് ആണെങ്കിൽ കുറച്ച് കഷ്ടപ്പെടും. നോയ്സ് ക്യാൻസലേഷനൊക്കെ ഉണ്ടെങ്കിലും ഒരു ഓഡിയോ ക്വാളിറ്റി കുറഞ്ഞ പോലെ തോന്നും. അല്ലാതെ ഇൻഡോറിൽ യൂസ് ചെയ്യുമ്പോൾ ഒന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ടച്ച് കൺട്രോൾസ്, ഈ സാധനം ചെവിയിൽ വെച്ചിട്ട് കൺട്രോൾ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ആ സമയത്ത് പ്രോപ്പർലി ഇത് ഫിറ്റ് ടെസ്റ്റൊക്കെ ചെയ്ത് ഫിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇയറിൽ വെച്ചിട്ട് ഇങ്ങനെ തട്ടുമ്പോഴല്ലോ ചെവിയുടെ ഉള്ളിൽ ഇങ്ങനെ തട്ടുന്ന പോലത്തെ ഒരു ഫീൽ നമുക്ക് വരും. സോ ദാറ്റ്സ് വൈ ഐ ടച്ച് കൺട്രോളിലും എനിക്ക് പ്രിഫറൻസ് പിഞ്ച് കൺട്രോൾസിലാണ്. ആൻഡ് ഫൈനലി ഈ ഉള്ളിൽ കാണുന്നതാണ് ശരിക്കുള്ള ഇതിൻ്റെ കളറ്. ബട്ട് ഈ കേസിൻ്റെ കോലം കണ്ടില്ലേ, എന്ത് കോലാന്ന് അറിയാം. ഇതൊന്നും പോകുന്നില്ല, ഒക്കെ പെർമനൻ്റ് ആയിട്ട് ഡാമേജ് വന്നതാണ്. സോ
ഇങ്ങനൊരു പ്രശ്നം കൂടിയുണ്ട്, കാരണം ഇതൊരു ലെതർ ഫിനിഷ് ആയതുകൊണ്ട്. അങ്ങനെ 2019 ശേഷം 2022 ശേഷം 2023 മാർച്ച് 28 ലോഞ്ച് ചെയ്ത സാധനമാണ് ഇത് നത്തിങ് ഇയർ 2. നത്തിങ് ഇയർ 1 ശേഷം ഇറങ്ങി അവർ റിഫൈൻഡ് ആയിട്ടുള്ള നത്തിങ് ഇയർ 2 എന്ന് പറഞ്ഞ പ്രോഡക്റ്റ്. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ റഫ്യൂസ് ചെയ്തേക്കുന്ന ഒരു TWS ആണ്. ഇതിൽ ഏറ്റവും ആദ്യം പറയാവുന്ന ഇതിൻ്റെ ലുക്സ്. ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്, വെറൈറ്റി ആയിട്ടുള്ള ലുക്ക്. അതിൻ്റെ കേസും ട്രാൻസ്പെറൻറ്റ് സംഭവമൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ പിടിച്ച് നടക്കാൻ പറ്റുന്ന ഈ കുഴിയൊക്കെ ഉണ്ടല്ലോ. ഓവറോൾ ലുക്ക് കാണാൻ നല്ല രസമാണ്. ഇതിൻ്റെ ഡിസൈൻ കണ്ടു, ഇതിൻ്റെ ഡിസൈനും രസമുണ്ട്. ചെവിയിലൊക്കെ നമ്മളിങ്ങനെ വെക്കുന്ന സമയത്ത് ഫിറ്റും പ്രോപ്പറാണ്, പക്കയാണ്. ഇത് കണ്ടില്ല, ഉള്ളിലുള്ള ഇന്റേണൽസ് ഒക്കെ കാണുന്ന പോലത്തെ ഡിസൈൻ, ഇറ്റ്സ് നൈസ്. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എനിക്ക് എയർപോർട്സ് പ്രോ, ഞാൻ നേരത്തെ കാണിച്ച എയർപോർട്സ് പ്രോ ഇല്ലേ 2019, ഏകദേശം അതേപോലെയാണ് ഫീൽ ചെയ്തത്. ഓവറായിട്ടൊന്നുമില്ല, എല്ലാം പ്രോപ്പർലി ബാലൻസ്ഡ് ആയിട്ട്. എന്നാൽ കേട്ട് കഴിഞ്ഞാൽ വാവ് ഫാക്ടർ ഒന്നുമില്ല, മോശം ഫാക്ടറും ഇല്ല, ഒരു ബാലൻസ്ഡ് ഓഡിയോ. പിന്നെ നത്തിങ്ങിൻ്റെ ആപ്പ് ഉണ്ട്, അതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ഒക്കെ ചെയ്യാമെങ്കിലും ഐ ഫെൽറ്റ് ഇറ്റ്സ് ഓക്കെ. ബേസ് ബൂസ്റ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാലും അത്യാവശ്യം ബേസ് ഉണ്ട്, അല്ലാണ്ട് ഭയങ്കര ബേസ് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഒരു ഡെയിലി അല്ലെങ്കിൽ കാഷ്വൽ യൂസിന് പറ്റിയൊരു സാധനമായിട്ടാണ് ഇതെനിക്ക് തോന്നിയത്. ഇതിൻ്റെ ഏറ്റവും വെറൈറ്റി സംഭവം എന്താ പറയുക, നമ്മൾ ANC-ലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് ഇതിലും പിഞ്ച് കൺട്രോൾസ് ആണുള്ളത്. യെസ്, ടച്ച് അല്ല, എയർപോർട്സ് പോലത്തെ പിഞ്ച് കൺട്രോൾസ്. നമ്മൾ പിഞ്ച് ചെയ്ത് ANC-ലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഒരു വ്യക്തി മൂക്ക് പൊത്തിയിട്ട് വെള്ളത്തിലേക്ക് ഇങ്ങനെ എന്ന് പറയും മുങ്ങില്ലേ, ആ ഒരു മുങ്ങുമ്പോഴുള്ള ശബ്ദവും ANC മാറ്റുന്ന സമയത്ത് എന്നിട്ട് വെള്ളത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ശ്വാസം വിടുന്നൊരു ശബ്ദമാണ്. അതൊരു വെറൈറ്റി സംഭവമായിട്ട് എനിക്ക് തോന്നി. കൂടാതെ കണക്ടിവിറ്റി വൈസ് ഒരു പ്രശ്നവും വന്നിട്ടില്ല. മൈക്രോഫോൺ ക്വാളിറ്റിയും അത്യാവശ്യം ഡീസൻ്റ് ആണ്. അതിനകത്ത് വയർലെസ് ചാർജിങ്ങിൻ്റെ സപ്പോർട്ടും ഉണ്ട്. ബാറ്ററി ബാക്കപ്പ് ഇസ് ഓൾസോ ഫൈൻ. പിന്നെ എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ കേസൊക്കെ അത് റഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സ്ക്രാച്ച് ഒക്കെ വീഴാൻ സാധ്യതയുണ്ട്. പിന്നെ ചില സമയത്ത് നമ്മൾ ഒരു ഡിവൈസിൽ പെയർ ചെയ്തു, അതിനുശേഷം അടുത്ത ഡിവൈസിൽ നമ്മൾ പെയർ ചെയ്തിട്ട് തിരിച്ച് പഴയ ഡിവൈസിൽ പോയിട്ട് പെയർ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് പെയർ ചിലപ്പോൾ ആവില്ല. അപ്പോൾ ഈ ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്ത് റീസെറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ പെയർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഇടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ ഓവറോൾ എൻ്റെ അടുത്ത് ഈ സാധനത്തിനെ പറ്റി ചോദിക്കുവാണെങ്കിൽ കാര്യമായിട്ട് എടുത്തു പറയത്തക്ക കുറ്റങ്ങളൊന്നുമില്ല, എന്നാൽ എടുത്തു പറയത്തക്ക അമ്പോ എന്ന് പറഞ്ഞ ഫീച്ചേഴ്സും ഇല്ല. ബട്ട് ഇറ്റ്സ് എ നൈസ് ഇയർഫോൺ. അതായത് ഒന്നും കാര്യമായിട്ട് മോശം പറയാനില്ലാത്ത ടൈപ്പ് ഒരു TWS ആയിട്ടാണ് എനിക്കിത് തോന്നിയത്. അങ്ങനെ ഇതിന് ശേഷം ജൂലൈ 2023 എൻ്റെ കയ്യിൽ കിട്ടിയൊരു സാധനമാണ് ഇത് ഓപ്പോ എൻകോ എയർ 3 Pro. നേരത്തെ കാണിച്ച പോലെ അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള TWS അല്ല. ഇതൊരു ബഡ്ജറ്റ് അല്ലെങ്കിൽ ഒരു മീഡിയം, ഒരു എനിക്ക് 2000-3000 റേഞ്ചിൽ വരുന്ന ഒരു TWS ആണിത്. ബട്ട് ഈ പ്രൈസ് പോയിന്റിൽ ഇതിന് നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് കേസിന് കൊടുത്തിരിക്കുന്നതെന്ന് മാത്രമല്ല, ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി. അവരിത് ഇറക്കിയ സമയത്ത് ഇതിനകത്തുള്ളത് ബാംബു യൂസ് ചെയ്തിട്ടുള്ള ഡ്രൈവേഴ്സ് വെച്ചിട്ടുള്ള ഇയർഫോൺസ് എന്നാണ്. ഇതിൻ്റെ ഓഡിയോ ഉണ്ടല്ലോ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. എൻ്റെ ഒരു റിലേറ്റീവ് ബോട്ട് നിർവാന അയോൺ എന്ന് പറഞ്ഞൊരു TWS യൂസ് ചെയ്യുന്നുണ്ടായി. അതിനാൾക്ക് നല്ല ഇഷ്ടമുള്ള TWS ആയിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമുള്ള TWS ആയിരുന്നു. ബട്ട് അത് നല്ല ബേസ്, ഹെവി ബേസ് ആയിട്ടുള്ളൊരു സംഭവമാണ്, നല്ല അടിപൊളി ബാറ്ററി ബാക്കപ്പ് നിൽക്കുന്ന സാധനമാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആഫ്റ്റർ സം ടൈം അത് കേടായി പോവുകയും അത് വേറെ ആർക്കോ കൊടുക്കുകയോ ചെയ്തപ്പോൾ പുതിയൊരു ഇയർഫോൺ വേണമെന്ന് പറഞ്ഞു. ആൻഡ് ഞാൻ ഈ ഒരു ഇയർഫോൺ സജസ്റ്റ് ചെയ്ത് കൊടുത്തു. ഈ ഇയർഫോൺ സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ആൾ ഉപയോഗിച്ച ശേഷം എന്നോട് പറഞ്ഞൊരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഓഡിയോ ക്വാളിറ്റിയൊക്കെ ക്രിസ്പാണ്, ക്ലിയർ ആണ്. നോർമലി വോക്കൽസ് ഇൻസ്ട്രുമെന്റിലൊക്കെ കേൾക്കുമ്പോൾ നേരത്തെ കേൾക്കുന്നതിലും നല്ലപോലെ ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലേ എന്ന് തോന്നിക്കുന്നുണ്ട്. പക്ഷേ മറ്റേത് കണ്ട പോലെ ഒരു ബേസ് ഇല്ല, അത്ര ഒരു ഹെവി ആയിട്ടുള്ള ബേസ് ഇല്ല എന്നാണ്. യെസ്, അങ്ങനെ ഒരു ഹെവി ബേസ് എക്സ്പെക്ട് ചെയ്യരുത് ഇതിനകത്തുനിന്ന്. ഒരു ന്യൂട്രൽ സൗണ്ട് ആണ്, എന്നാൽ കുറച്ച് ക്രിസ്പായിട്ട് അല്ലെങ്കിൽ ഒരു ട്രിബിൾ ബൂസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് സൗണ്ട് സിഗ്നേച്ചർ ആണ് ഇതിന്. ആൻഡ് ഓവറോൾ ഒരു വാല്യൂ ഫോർ മണി പ്രോഡക്റ്റ് എന്ന് പറയാം, ഒരു സ്റ്റാൻഡേർഡ് സൗണ്ട് ഔട്ട്പുട്ട് കിട്ടുന്നത് പോലെ. പക്ഷേ എനിക്ക് ഒരേ ഒരു കാര്യം പറയുന്നത്, ഇതൊരു പ്ലാസ്റ്റിക്കി ഫീലാണ് ടോട്ടലി ഈ സാധനത്തിന് വരുന്നത്. അപ്പോൾ നമുക്കൊരു സംഭവം എന്തോ ഒരു ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടൊരു പ്ലാസ്റ്റിക്കി ഫീലായിട്ട് തോന്നാം. ബട്ട് ഫിറ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പർലി കംഫർട്ടബിൾ ആണ്. ഈവൻ ഈ സാധനം ഇന്നിയർ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ഹോൾ പോലെയുണ്ട് ലെഫ്റ്റും റൈറ്റും ഇൻഡിക്കേറ്റ് ചെയ്യാൻ. ചെവിക്കകത്ത് വെച്ചാൽ ഡിറ്റക്ട് ചെയ്യും, ചെവി നൂരിക്കഴിഞ്ഞാൽ അതൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനകത്തും ANC ഉണ്ട്. ഒരു അപഹാരമായിട്ടുള്ള ANC എന്നൊന്നും പറയാൻ പറ്റില്ല, ബട്ട് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ANC വേണം എന്നുള്ളവർക്കുള്ള ഒരു ANC ആണ് ഇതിനകത്തേക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ വയർലെസ് ചാർജിങ് ഒന്നുമില്ല, ഈ പ്രൈസിലൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല. ബട്ട് ബാറ്ററി ബാക്കപ്പ് ഇസ് ഓക്കെ, അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ഇങ്ങനെ TWSകളെല്ലാം ഉപയോഗിച്ച് വന്ന സമയത്താണ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായി, TWS നിങ്ങൾ ഉപയോഗിക്കരുതെന്ന്. വേറൊന്നുമല്ല, എൻ്റെ ചെവിക്ക് ചെറിയൊരു പണി കിട്ടിയിരുന്നു. അതായത് ഈ TWS ഉപയോഗിച്ച് ഡാൻഡ്രഫ് എനിക്കുണ്ടായ സമയത്തും ഉപയോഗിച്ചുകൊണ്ട് ഡാൻഡ്രഫ് ചെവിക്കുള്ളിൽ പോയി ചെവി അടഞ്ഞു പോകുന്നൊരു സംഭവം ഉണ്ടായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇറ്റ്സ് ബെറ്റർ ടു സ്റ്റോപ്പ് യൂസിങ് TWS ഫോർ സം ടൈം, ഡാൻഡ്രഫ് മാറുന്നത് വരെ. കാരണം ഇല്ലെങ്കിൽ ഇങ്ങനെ ചെവിക്കകത്തുള്ള ഈ അഴുക്ക് കൂടി ചെവി ഇങ്ങനെ അടഞ്ഞടഞ്ഞ് പോകണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കളയുമ്പോൾ അത് ചെവിക്ക് പ്രശ്നമാണെന്ന്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഹെഡ്ഫോണിലേക്ക് സ്വിച്ച് ചെയ്തു. സോ ഓഗസ്റ്റ് 7, 2023 ഇറങ്ങിയ ഒരു സാധനമാണ് ഇത് JBLൻ്റെ ട്യൂൺ 770 NC എന്ന് പറഞ്ഞ ഹെഡ്ഫോണാണ്. ആൻഡ് ഇത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എത്രത്തോളം വെയർ ആൻഡ് ടയർ ആയിട്ടുണ്ടെന്ന്. ഇതിൻ്റെ ഡെയിലി ഡ്രൈവറായിരുന്നു. ഇത് തന്നെയായിരുന്നു ഞാൻ എല്ലായിടത്തും, ജിമ്മിൽ പോകുമ്പോഴും ഓഫീസിലും എല്ലായിടത്തും ഞാൻ ഇത് തന്നെയാണ് കൊണ്ടു നടന്നിരുന്നത്. ഇതിനെപ്പറ്റി പറയുവാണെങ്കിൽ ഇതിൻ്റെ ഫിറ്റ് നല്ല രസമുണ്ട്. ഈവൻ ഞാൻ സ്പെക്ടക്കിൾസ് വെച്ചിരിക്കുന്നതുകൊണ്ട് പോലും എനിക്കത് ഭയങ്കര ഒരു പ്രസ്സിംഗ് ആയിട്ട് തോന്നിയില്ല. റഫ് യൂസിന് കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഹെഡ്ഫോണാണ്. ബട്ട് അതിലൊരു ക്യാച്ച് ഉണ്ട്. അപാരമായ ബാറ്ററി ലൈഫ് ആണെങ്കിൽ മാസത്തിലേക്ക് ഒരു പ്രാവശ്യം ചാർജ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ബട്ട് ഇൻ കേസ് ചാർജ് തീർന്നു പോയി കഴിഞ്ഞാൽ ചാർജിന്
കുത്തി ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ചാർജിങ് പോർട്ട് ഇതിനകത്ത് ഇവിടെയാണ്. സോ ചാർജിങ് പോർട്ട് ഇവിടെ കുത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആവില്ല, ചെവിയിൽ വെക്കാൻ പറ്റില്ല. പക്ഷേ ANC ഒക്കെ ഒരു രക്ഷയില്ല, സൂപ്പറാണ്. ഈവൻ ANC ഓൺ ആക്കാതെ ചുമ്മാ വെക്കുമ്പോൾ പോലും നോയ്സ് ക്യാൻസലേഷൻ പോലെ ഫീൽ ചെയ്യും, ANC ഓൺ ആക്കി അതിലും കൂടുതലായിട്ട് ഫീൽ ചെയ്യും. എന്നാൽ ഇതിൻ്റെ മെയിൻ പ്രശ്നം വെച്ചാൽ കുറേ ആൾക്കാർക്ക് ഉണ്ടായത് ഈ ഹിഞ്ച് ഉണ്ടല്ലോ, ഈ ഹിഞ്ച് പ്ലാസ്റ്റിക് ഹിഞ്ചാണ്. റഫ് യൂസ് ചെയ്യുന്ന സമയത്ത് ഹിഞ്ച് മാത്രം ഒന്ന് സൂക്ഷിക്കണം, കാരണം ഹിഞ്ചിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഈ വയർ പോകുന്നത്, അതുകൊണ്ട് അവിടെ ഒടിഞ്ഞു പോകുന്നൊരു ഫീലുണ്ട്. പിന്നെ രണ്ടാമത് മൈക്രോഫോൺസ് ANC-ക്ക് കൊള്ളാമെന്ന് മാത്രമേ ഉള്ളൂ, കോളൊക്കെ എടുക്കുന്ന സമയത്ത് മൈക്രോഫോൺസ് അത്ര പോരാ, ഒരു ബാത്റൂമിലൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു ഫീൽ ഇടയ്ക്ക് വരാറുണ്ട്. പിന്നെ ചാർജ് കയറുന്ന നിങ്ങൾക്ക് വയർ കുത്തിയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് ഇത് 3.5mm ഹെഡ്ഫോൺ ജാക്ക് അല്ല, അവരുടെ പ്രൊപ്പറേറ്ററി, ഇതിൻ്റെ പേരെന്താണെങ്കിലും എനിക്ക് 2.5 അങ്ങനെ എന്തോ ആണ്. അതിൻ്റെ കേബിൾ ബോക്സിനകത്തുണ്ട്, ബട്ട് ആ കേബിൾ പോയാൽ അതേ കേബിൾ മേടിക്കേണ്ടി വരും. ആൻഡ് ഓവറോൾ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി നിങ്ങൾക്ക് കേസും കാര്യങ്ങളൊന്നുമില്ല, സോ നിങ്ങൾ എന്തെങ്കിലും കേസ് മേടിക്കേണ്ടി വരും. അങ്ങനെ April 30, 2024 ഒരു കിടിലൻ പ്രോഡക്റ്റ്, ഒരു വെറൈറ്റി നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു പ്രോഡക്റ്റ് ഇറങ്ങിയായിരുന്നു മോട്ടോയുടെ ഭാഗത്തു നിന്നും. യെസ്, മോട്ടോ ബഡ്സ് പ്ലസ് സൗണ്ട് ബൈ ബോസ്. ഇപ്പോൾ ഈ അടുത്തൊരു നോയ്സിൻ്റെ ഇയർഫോൺ വന്നപ്പോൾ സൗണ്ട് ബൈ ബോസ് ഭയങ്കരമായിട്ട് ഹൈപ്പ് ചെയ്യുന്നില്ലേ? എന്നാൽ ഈ സൗണ്ട് ബൈ ബോസ് ആദ്യമായിട്ട് ഇതിനകത്താണ് വന്നത്. സോ എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് സൗണ്ട് ബൈ ബോസ് വുഡ് ബി ദ ബെസ്റ്റ് തിങ്. അതായത് സൗണ്ട് ബൈ ബോസ് എന്ന് പറയുന്ന സംഭവത്തിന് വേണ്ടി നിങ്ങളിത് വാങ്ങിക്കുവാണെങ്കിൽ വെർത്താണ്. കാരണം അതേപോലത്തെ ഒരു സൗണ്ട് ക്വാളിറ്റി ഔട്ട്പുട്ടാണ് വരുന്നത്. നല്ലൊരു ബേസ്, ക്രിസ്പായിട്ടുള്ള വോക്കൽസ്, ഹൈസ്, ടോട്ടലി കേൾക്കുന്ന സമയത്ത് നല്ലൊരു വോ ഫാക്ടർ തോന്നിക്കുന്നുണ്ട്. ഈവൻ ഇതിന് ആപ്പിൻ്റെ സപ്പോർട്ട് ഉണ്ട്, ഇതിൻ്റെ ANC-യും അടിപൊളിയാണ്, മൈക്രോഫോൺസും ഡീസൻ്റ് ആണ്. ഈവൻ ഇതിൻ്റെ ഡിസൈൻ കണ്ടോ, ഇതിൻ്റെ ഡിസൈൻ ഏകദേശം ഒരു എയർപോഡ്സ് ഒക്കെ പോലെ, എയർപോഡ്സ് പ്രോയിൻ്റെ ഒക്കെ പോലത്തെ ഒരു ഡിസൈനാണ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ കേസ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ ആയിക്കോട്ടെ ഒരു സാൻഡ് സ്റ്റോൺ പോലത്തെ, ഇറ്റ്സ് ഓൾ ഓവറോൾ സൂപ്പറാണ്. അതിൻ്റെ ഒപ്പം ഇതിനകത്ത് വയർലെസ് ചാർജിങ്ങും വരുന്നുണ്ട്. എന്നാൽ ഇതിലൊരു വലിയ തലവേദന എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാറ്ററി ലൈഫ് അൺപ്രഡിക്റ്റബിൾ ആണ്. അതായത് നിങ്ങൾ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ANC യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാറ്ററി ലൈഫ് ചടപടയെന്ന് ഇറങ്ങിപ്പോയി ഏകദേശം 2 മണിക്കൂറിലൊക്കെ പോകും. ANC യൂസ് ചെയ്തില്ലെങ്കിൽ ഏകദേശം 5 മണിക്കൂർ വരെയൊക്കെ പോകും. ചില സമയങ്ങളിൽ കുറച്ച് കൂടുതൽ നേരം ബാറ്ററി നിൽക്കും, ചിലപ്പോൾ കുറവ് നിൽക്കും. ഇൻ കേസ് കോൾ എടുക്കുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്പെറൻസി മോഡിലേക്ക് പോവില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ANC-നാണെങ്കിൽ കേൾക്കില്ല. അപ്പോൾ ഒരു ഇയർഫോൺ ഊരി ഇതിനകത്ത് വെച്ചിട്ട് വേണം കോൾ അറ്റൻഡ് ചെയ്യാൻ. അങ്ങനെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോൾ അറ്റൻഡ് ചെയ്യുന്നതിൽ ചാർജ് കുറയും, ഇയർഫോൺ അകത്തുള്ളത് ചാർജ് ആവും. പിന്നീട് ഞാൻ ഇയർഫോൺ തിരിച്ചകത്ത് വെക്കുമ്പോൾ ഓൾറെഡി ഉള്ളിൽ വെച്ചത് ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ ഈ രണ്ടാമത്തത് ചാർജ് ആവുന്നത് സ്റ്റോപ്പ് ആവും. സോ നെക്സ്റ്റ് ടൈം ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരെണ്ണത്തിൽ ഫുൾ ചാർജ്, ഒരെണ്ണത്തിൽ 60% അങ്ങനെ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ഒരു ബഗ് ഇതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓൾറെഡി ചാർജ് ആയത് കുറച്ച് നേരം ഞാനടുത്ത് പുറത്ത് വയ്ക്കും, ഇത് ചാർജ് ആയിട്ട് പിന്നെ തിരിച്ചെടുത്ത് അകത്ത് വയ്ക്കുന്ന പരിപാടിയൊക്കെ ചെയ്യേണ്ടി വരും. പിന്നെ ഒരു പ്രൊട്ടക്ഷൻ ഫീച്ചറാണോ എന്താണോ എന്നറിയില്ല, നമ്മൾ ഈ ഇയർഫോൺ വെച്ചിട്ട് പെട്ടെന്ന് ലൗഡായിട്ട് ഇപ്പോൾ ഹാൻഡ് റെയർ ഒക്കെ ഇല്ലേ, അതൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ ANC ഓഫ് ആണെന്ന് വിചാരിക്കുക, നോർമലി വെച്ചേക്കാണ്, ഹാൻഡ് റെയർ ഇങ്ങനെ വെക്കുമ്പോൾ ആ ഭയങ്കര ശബ്ദം കേൾക്കട്ടെ, ഓട്ടോമാറ്റിക്കലി ഇത് ANC ഓൺ ആക്കും, ചെവി പ്രൊട്ടക്ട് ചെയ്യാനാണെന്ന് തോന്നുന്നു. ആൻഡ് വേറൊരു ബഗ്, അത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ ഫിക്സ് ആയി. ബട്ട് ഉണ്ടായ ബഗ് എന്ന് വെച്ചാൽ ഇയർഫോൺ അടച്ചു കഴിഞ്ഞാലും ഫോണുമായിട്ട് കണക്ട് ആയിരിക്കും, ഡിസ്കണക്ട് ആവാത്ത ഒരു ബഗ്. അതൊരു ഭയങ്കര അനോയിങ് ആയിട്ടുള്ള ബഗ്ഗായിരുന്നു. പിന്നെയും ഊരി പിന്നെയും വെച്ച് അങ്ങനെയൊക്കെ ചെയ്യേണ്ട അവസ്ഥ വരാറുണ്ടായി. അതിനുശേഷം August 2024 ഈ ചെവിക്കുള്ളിൽ വെക്കുന്ന ഇയർഫോണും ചെവിയുടെ പുറത്ത് വയ്ക്കുന്ന ഹെഡ്ഫോണും കൂടാതെ നമുക്ക് എയർ കണ്ടക്റ്റിംഗ് ഇയർഫോണുകൾ ഇറങ്ങി. അതിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇറങ്ങിയ ഒന്നാണ് ഇത് ബോട്ട് എയർഡോപ്സ് പ്രോ ഗിയർ എന്ന് പറയുന്ന സാധനം. ഇത് ഒരു ഇയർഫോൺസ് അല്ല, ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, കണ്ടില്ലേ? ഇതിനകത്ത് ചെവിക്കകത്ത് വെക്കാനൊന്നുമില്ല, നമ്മളിങ്ങനെ ചെവിയുടെ മുകളിൽ കൂടെ ഇതിങ്ങനെ വെക്കുക, ഈ ചെവിയുടെ മുകളിൽ കൂടി ഇങ്ങനെ വെച്ചിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണിത്. സോ ചെവിക്കുള്ളിൽ വെക്കുന്ന ആ ഒരു പ്രോബ്ലം വരാറില്ല. പക്ഷേ ഇത് വാങ്ങി യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഇത് വാങ്ങി യൂസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്. നിങ്ങൾക്കിത് ഈ സാധനം സ്പെക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വെക്കുന്ന സമയത്തുണ്ടല്ലോ, ഇത് ഒന്നിലെ തള്ളി നിൽക്കും, അല്ലെങ്കിൽ സ്പെക്സ് ഊരുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഊരിപ്പോരും. സ്പെക്സ് വെക്കുന്നവർക്ക് അതിൻ്റെ മുകളിൽ ഇതിരിക്കുന്ന പോലെയൊക്കെ തോന്നും, ഇറ്റ് ഇസ് നോട്ട് കംഫർട്ടബിൾ. ഓടാൻ പോകുന്നവർക്കൊക്കെ ഓക്കെ, ചിലപ്പോൾ തെറിച്ച് വീഴാൻ, കാരണം ഇങ്ങനെ സൈഡിലേക്കൊക്കെ ചരിക്കുമ്പോൾ ഇത് ഊരി വീഴാനുള്ള സാധ്യതകളുണ്ട്. ബട്ട് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും സംഭവങ്ങളൊക്കെ നല്ല അടിപൊളിയാണെങ്കിലും ഇതിനൊരു മേജർ പ്രശ്നം എന്താണെന്നറിയോ, ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഇറ്റ്സ് ഓക്കെ എന്ന് പറയാൻ പറ്റില്ല. കാരണം ബേസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല. ഈ ചെവിയിൽ ഉള്ളിലല്ലാത്തതുകൊണ്ട് ചെവിക്കകത്ത് ഇങ്ങനെ നമ്മൾ അമർത്തി വെച്ച് കഴിഞ്ഞാൽ ബേസ് തോന്നും. ബട്ട് ഈ ഒരു എയർ ഇടയിൽ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഭയങ്കര ട്രബിളായിട്ട് തോന്നും. ഇപ്പോൾ കോളൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര ഒരു സ്ക്രീച്ചിങ് സൗണ്ട്, പാട്ട് കേൾക്കുമ്പോഴും വോക്കൽസ് ഒക്കെ കയറി കിടക്കുന്ന ഒരു ഫീല് വരാറുണ്ട്. പിന്നെ ചെവിയിൽ നമ്മൾ ഹിയറിംഗ് എയ്ഡ് വെച്ച മാരത്തെ ഒരു ഫീല് വരാനും സാധ്യതയുണ്ട്. ഇതിലെല്ലാം ഉപരി ഇതിൻ്റെ കേസ് ഭയങ്കര ബൾക്കിയാണ് കൊണ്ടു നടക്കാനായിട്ട്. ആൻഡ് ഈ കേസിനകത്ത് നല്ല ബാറ്ററി ബാക്കപ്പ് നിൽക്കും. പക്ഷേ ഞാനിപ്പോൾ ഈ സാധനം ചാർജ് ചെയ്തിട്ട് കുറേ നാൾ ഒരാഴ്ചയൊക്കെ യൂസ് ചെയ്യാതെ വെച്ചപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ പെട്ടെന്ന് എൻ്റെ ഫോണിൽ കോളൊക്കെ വരുമ്പോഴത്തേക്ക് റിങ് അടിക്കുന്നില്ല. നോക്കിയപ്പോൾ എൻ്റെ ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണ്. നോക്കിയപ്പോൾ എന്താ, കേസിൻ്റെ ബാറ്ററി തീർന്നില്ലേ? ആ സമയത്ത് ഈ ഇയർഫോൺ ബാറ്ററി ഉള്ളപ്പോൾ മാത്രമേ ഡിസ്കണക്റ്റ് ആയിരിക്കുള്ളൂ. കേസിൻ്റെ ബാറ്ററി തീർന്നപ്പോൾ ഇത് വിചാരിച്ചു ഞാൻ ഇയർഫോൺ കേസിൽ നിന്ന് പുറത്തേക്ക് എടുത്തു എന്ന്. അങ്ങനെ വിചാരിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ ഫോണുമായിട്ട് ബ്ലൂടൂത്തായിട്ട് പെയറായി. ബട്ട് സ്റ്റിൽ ഐ വുഡ് സേ നിങ്ങളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ചെവിയുടെ മുകളിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനം വേണമെങ്കിൽ
ഇത് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഭയങ്കര മോശം എന്ന് പറയാനില്ല, ബട്ട് ദീസ് ആർ സം ഓഫ് ദി പ്രോബ്ലംസ് ഓഫ് ഓപ്പൺ അല്ലെങ്കിൽ എയർ കണ്ടക്റ്റിംഗ് സംഭവങ്ങൾ. ഇപ്പോൾ JBL, സോണിയൊക്കെയാണ് പിന്നീട് ഇറക്കുന്നതൊക്കെ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത അത്രയും പ്രൈസിലാണ്. ഒരു 2000 രൂപയ്ക്ക് താഴെ ഫൈൻ. ആൻഡ് യെസ്, നമ്മുടെ ലിസ്റ്റിലുള്ള അവസാനത്തെ സാധനവും ഏറ്റവും റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത സാധനവും നവംബർ 2024 ലോഞ്ച് ചെയ്താണ്. ഇത് സ്പൈജൻ ഹെഡ്ഫോൺസ് ആണ്. ഇതിനെപ്പറ്റി സംസാരിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, ഈ പ്രൈസിൽ ഇജാതി ലുക്കുള്ളൊരു ഹെഡ്ഫോൺ ഞാൻ കണ്ടിട്ടുണ്ടാവില്ല. നല്ല രസമാണ് ഈ ഒരു ക്രോം ഫിനിഷും മാറ്റ് ഫിനിഷും. ആൻഡ് ഇത് റിയലി കംഫർട്ടബിൾ. ചെവിയിൽ വെക്കുന്ന സമയത്ത് നല്ലൊരു ഫീൽ ഉണ്ട്. കണ്ണട വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു പ്രസ്സിങ് ഫീൽ ഇല്ല. ആൻഡ് JBL ഉണ്ടായ ഒരു വലിയ പ്രശ്നമായിരുന്നു ഹിഞ്ച്. ആ ഹിഞ്ചിൻ്റെ പ്രശ്നം ഇതിൽ സോൾവ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിനകത്ത് മെറ്റലുണ്ട്, അതിനകത്ത് ഇങ്ങനെ മാർക്കേഴ്സ് ഒക്കെ ഉണ്ട് എന്തോരാണ് വെച്ചേക്കുന്നതെന്ന്. സോ നല്ല സ്റ്റേഡി ആയിട്ട് നിന്നോളും. JBL ഉണ്ടായ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ ANC-യും അതേപോലെ പവർ ബട്ടണും കണ്ടില്ലേ, കൺട്രോൾസ് അടുത്തടുത്തായിരുന്നു. സോ നമ്മൾ ചെവിയിൽ വെച്ചിട്ട് ANC ഓൺ ആക്കണം എന്ന് പറഞ്ഞാൽ അറിയാതെ പവർ ബട്ടൺ പ്രസ് ചെയ്തു പോകും, അല്ലെങ്കിൽ അറിയാതെ ഈ ബട്ടൺ പ്രസ് ചെയ്തു പോകും. സോ ഇതിനകത്ത് അതിന് പകരം പവർ ബട്ടൺ ഈ സൈഡിലും ANC-യുടെ ബട്ടൺ ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട്, സോ ദാറ്റ് നമുക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ. ആൻഡ് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി വൈസ് ഒരു ബേസ് ബൂസ്റ്റഡ് സൈഡിലാണ്. നല്ല ഹെവി ആയിട്ടുള്ള ബേസ് ഉണ്ട്. വേണമെങ്കിൽ സ്പിജൻ്റെ ആപ്പിനകത്ത് ഇത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ആൻഡ് ANC, അഡാപ്റ്റീവ് ANC ഒരു രക്ഷയില്ല. നമുക്കത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും എന്തോരം വേണം. ട്രെയിനിലാണോ പോകുന്നത്, നോയ്സി എൻവറോൺമെൻറ്റിലാണോ, ക്വയറ്റ് എൻവറോൺമെൻറ്റിലാണോ, കാറ്റടിക്കുന്നുണ്ടെങ്കിൽ വിൻഡ് നോയ്സ് കട്ട് ചെയ്യാൻ, അങ്ങനത്തെ കുറേ ഫീച്ചറുകളൊക്കെ ഇതിനകത്തുണ്ട്. ആൻഡ് കമ്പാരിറ്റീവ്ലി ഇതിൻ്റെ മൈക്രോഫോൺസ് നല്ലതാണ്, ബാറ്ററി ലൈഫ് അപാരമാണ്. ആൻഡ് ഇത് ഒരു കേസിൻ്റെ കൂടെയാണ് വരുന്നത്. യെസ്, കംസ് വിത്ത് ആൻ ഔട്ടർ കേസ്. സോ ക്യാരി ചെയ്യാൻ, ട്രാവൽ ചെയ്യാനൊക്കെ യൂസ്ഫുൾ ആണ്. ബട്ട് കേസിനകത്ത് ഇത് കുത്തിക്കയറ്റുന്ന കുറച്ച് പാടാണെങ്കിലും കുത്തിക്കയറ്റിയാൽ കൊണ്ടു കിടക്കാം. ആൻഡ് ഈവൻ മറ്റേലുണ്ടായ ആ ഒരു പ്രശ്നം 3.5 ഹെഡ്ഫോൺ ജാക്ക്, അത് ഇതിനകത്ത് അത് തന്നെയാണ്. സോ നമ്മുടെ കയ്യിലുള്ള ലോക്സ് കേബിളും യൂസ് ചെയ്യാം. സോ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് പുതിയ പ്രൊഡക്റ്റാണ്, സ്പൈജൻ ആദ്യമായിട്ട് ഇറക്കിയിരിക്കുന്ന ഹെഡ്ഫോൺസ് ആണ്. സോ ഇന്ത്യയിൽ ഇതിൻ്റെ വാറൻറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ലോങ് റണ്ണിൽ എത്ര നാളെ നിൽക്കും എന്നുള്ള കാര്യത്തിനെ കുറിച്ചൊക്കെ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. ആൻഡ് ഏകദേശം 5000 രൂപയുടെ ഹെഡ്ഫോൺസ് ആണല്ലോ. റീസെൻ്റ്ലി ബോട്ട് ഒരു ഹെഡ്ഫോൺസ് ലോഞ്ച് ചെയ്തു, 551 Pro ANC എന്ന് പറഞ്ഞിട്ട്. സെയിം ടു സെയിം സാധനം, കോപ്പി പേസ്റ്റ് സാധനം, ബട്ട് ജസ്റ്റ് ഇവിടെ ലോഗോ മാറി ബോട്ടിൻ്റെ ലോഗോ ആണ് വന്നിരിക്കുന്നത്. ആൻഡ് അത് ഒരു 3000 റുപ്പീസിൻ്റെ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. സെയിം ഹാർഡ്വെയർ ആണ്. സോ ജസ്റ്റ് ഇമാജിൻ, കോപ്പി പേസ്റ്റ് പ്രോഡക്റ്റ് ആണെങ്കിൽ 3000 റുപ്പീസിന് ഈ സെയിം ഹാർഡ്വെയർ കിട്ടുന്നു എന്നുള്ളത് ഇറ്റ് ഈസ് വെരി ഗുഡ്. ഞാൻ എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ ചെയ്തില്ല, ബട്ട് ഷോർട്ട് വീഡിയോ ഞാൻ എൻ്റെ ചെയ്തിട്ടുണ്ട്. ബട്ട് അതിൻ്റെ കൂടെ കേസ് ഒന്നും വരുന്നില്ല, ബട്ട് സ്റ്റിൽ ഈ സെയിം സാധനം ആ ഒരു കുറഞ്ഞ പ്രൈസ് പോയിന്റിൽ കിട്ടുന്നു എന്നുള്ളത്. പക്ഷേ ഹാർഡ്വെയർ സെയിം ആണെങ്കിലും സൗണ്ട് സിഗ്നേച്ചർ വ്യത്യാസമുണ്ട്. ബോട്ടിൻ്റേതായിട്ടുള്ള രീതിയിലാണ് ട്യൂൺ ചെയ്യുന്നത്, അവരുടെ ആപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടിലും കേൾക്കുന്ന ഓഡിയോ നല്ല ഡിഫറൻസ് ഉണ്ട്. അത് ബോട്ട് സിഗ്നേച്ചർ സ്റ്റൈലിലാണ്, ഇത് കുറച്ചുകൂടി ഒരു നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റൈലിലാണ്. ബട്ട് സ്റ്റിൽ അഗെയിൻ അങ്ങനൊരു സംഭവമുണ്ട്. സോ ഇതൊക്കെയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന, എനിക്കിഷ്ടപ്പെട്ട ഇത്രയും നാളായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളുടെ എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ ഇതുവരെ എനിക്ക് തോന്നുന്നില്ല ഇത്രയും ലോങ് ടേം ആയിട്ട് ഉപയോഗിച്ചൊരു പ്രൊഡക്റ്റിനെ പറ്റി ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്ന്. സോ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അടുത്ത വീഡിയോ കാണാം. ബൈ.